So error is defined as ഞാനൊരു മെഷർ വാല്യൂ എനിക്ക് കിട്ടിയത് 16.2. ഓക്കെ, 16.2. ശരിക്കും കിട്ടേണ്ടിയിരുന്നത് 16.5 ആണെങ്കിൽ നമുക്ക് ഇവിടെ ഉണ്ടായ 0.3 എന്ന് പറയുന്ന വ്യത്യാസം ഇല്ലേ? അതിനെയാണ് നമുക്ക് ആ മെഷർമെന്റിൽ എനിക്കുണ്ടായ എറർ എന്ന് പറയുന്നത്. സോ എറർ ഈസ് ഡിഫൈൻഡ് ആസ് ദ ചേഞ്ച് ഓർ ഡിഫറൻസ് ഇൻ ട്രൂ വാല്യൂ, ശരിക്കും കിട്ടേണ്ടിയിരുന്ന വാല്യൂ, ട്രൂ വാല്യൂ and measured value. Error is defined as the difference between the true value and measured value. അപ്പൊ നന്ദു, അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുമ്പം നമ്മൾ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ശരിക്കും അതിന് കിട്ടേണ്ടിയിരുന്ന വാല്യൂ. ഇപ്പൊ ഞാൻ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിച്ചു, എനിക്ക് കിട്ടിയത് 10.2 ആണ്. പക്ഷെ ശരിക്കും എത്രയാണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ? ജി എന്ന് പറയുന്നത് 9.8 അല്ലേ, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്, 9.8 ആണ്. അപ്പൊ ആ വ്യത്യാസം എത്രമാത്രം വ്യത്യാസം ഉണ്ടായി? ഇത് മെഷേർഡ് വാല്യൂവും ട്രൂ വാല്യൂവും തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ടായി? അല്ലെ, ട്രൂ വാല്യൂവിന്റെ മറ്റൊരു പേരായിരുന്നു ട്രൂ വാല്യൂ ഓർ അബ്സല്യൂട്ട് വാല്യൂ ഓർ ആക്ച്വൽ വാല്യൂ, അങ്ങനെയൊക്കെ പറയാം. ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്ന ഇതെല്ലാം, അതിനെല്ലാം നമ്മൾ അളന്ന വാല്യൂവിൽ നിന്ന് എത്ര വ്യത്യാസമുണ്ട് എന്നനുസരിച്ച് നമ്മൾ എററിനെ പല രീതിയിൽ തിരിക്കാൻ പോയി. എറർ ഈസ് ക്ലാസിഫൈഡ് ഇൻടു മെയിൻലി 4 types. Okay, first one, instrumental error. ഞാൻ പറയുന്നത്, എനിക്കിപ്പം ഒരു നീളം അളക്കണം അല്ലെങ്കിൽ ഒരു വീതി അളക്കണം, ഞാനൊരു സ്കെയിലാണ് ഉപയോഗിക്കുന്നത്. ആ സ്കെയില് ഒടിഞ്ഞതാവാം, അതേപോലെ മാർക്ക് ചെയ്തേക്കുന്ന വാല്യൂ കാണാതെ പോയ, വായിക്കാൻ പറ്റാത്ത, ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ. ഓക്കെ, സോ ദ എറേഴ്സ് വിച്ച് ആർ ഡ്യൂ ടു ദ അപ്പാരറ്റസ്. അപ്പാരറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉപകരണങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ മൂലമുണ്ടാകുന്ന എററുകളെയാണ് നമ്മൾ എന്നാന്ന് വിളിക്കുന്നത്? ഇൻസ്ട്രുമെന്റൽ എറർ എന്ന് പറയും. അത് അതിനകത്തെ ഡിസൈനിലെ മിസ്റ്റേക്കുകളാകാം, ഡിസൈൻ, ഇംപെർഫെക്ഷൻ ഇൻ ദ ഡിസൈൻസ്. Imperfections in the design, then sometimes the calibration, and പൂർണ്ണമായിട്ടല്ല, കൃത്യമായ ഒരു കാലിബ്രേഷൻ ഇല്ലായിരിക്കും. ഇപ്പൊ സ്ക്രൂ ഗേജ് ആണ് നിങ്ങൾ ചെയ്യുമ്പം 0 കറക്ഷൻ ചിലപ്പം കിട്ടാറില്ല അല്ലേ, മുകളിലോട്ടും താഴത്തോട്ടും ഒക്കെ അത് കറക്കി വെക്കുമ്പം വരും. സോ കാലിബ്രേഷൻ മെഷർമെന്റിലുള്ള വ്യത്യാസം. സോ the calibration of the measuring apparatus is also case some instrumental errors. So the calibration of the apparatus. രണ്ട് കാര്യങ്ങളാണ് മെയിൻലി പറയണത്. ഇതാണല്ലോ എഴുതി വെച്ചാൽ മതി. Is due to the apparatus that we are used or errors formed by the apparatus that we are used. നമ്മൾ ഉപയോഗിച്ച അപ്പാരറ്റസ് മൂലം, അപ്പാരറ്റസിലെ പൊട്ടലോ അതിന്റെ മാർക്കിങ്ങിലെ വ്യത്യാസമോ ഇംപെർഫെക്ഷനോ എന്തെങ്കിലും മൂലം ഉണ്ടാകുന്ന എററുകളാണെങ്കിൽ ആ എററുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസ്ട്രുമെന്റൽ എറർ. ഇൻസ്ട്രുമെന്റൽ എറർ.
error. Instrumental error. Second one, Instrumental error. imperfection error. Imperfection error. Imperfection എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നില്ല, മനസ്സിലായോ? That means or imperfection in the experimental technique. നമ്മൾ കൃത്യമായിട്ട് കണക്ഷൻ ഒക്കെ കൊടുക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ ഇംപെർഫെക്ഷൻ ആയി പോകും. അങ്ങനെയുള്ള എററുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇംപെർഫെക്ഷൻ. ഇപ്പൊ ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ നോക്കിയാൽ നമ്മൾ പനി അളക്കുന്നതാണ് തെർമോമീറ്റർ അല്ലേ? തെർമോമീറ്റർ നമ്മൾ ഈ കൈയുടെ ഇവിടെ കഷത്തിന്റെ ഇവിടെ വെച്ചും പനി അളക്കാം, നാക്കിന്റെ അവിടെ വെച്ചും അളക്കാം. അങ്ങനെ പല സ്ഥലത്ത് വെച്ച് പല ബോഡി ടെമ്പറേച്ചർ എടുക്കുവാണെങ്കിൽ വ്യത്യാസം ഉണ്ടാകും, മനസ്സിലായോ? The measurement is different in different position. ഇപ്പൊ വെള്ളം ചൂടാക്കുക, അപ്പം ഒരു തെർമോമീറ്റർ വെച്ച് ചൂട് എത്രയാന്ന് അളക്കുമ്പം പല സ്ഥലത്ത് വെക്കുമ്പം പല ടെമ്പറേച്ചർ അല്ലെ നമ്മൾ എഴുതിയെടുക്കുമ്പോൾ പല ടെമ്പറേച്ചർ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് ഈസ് ഡ്യൂ ടു ദ ഇംപെർഫെക്ഷൻ ഇൻ ദ എക്സ്പെരിമെന്റൽ ടെക്നിക്. എക്സാമ്പിൾ ആണ് തെർമോമീറ്റർ വെക്കുമ്പം മെഷർമെന്റ് ഈസ് ഡിഫറെന്റ് ഇൻ ഡിഫറെന്റ് പൊസിഷൻ. Third one, personal errors. Personal errors. നമുക്ക് സാൾട്ട് അനാലിസിസ് നിങ്ങൾ പ്ലസ് ടു ചെയ്ത അല്ലെ? കെമിസ്ട്രിയിൽ എക്സ്പെരിമെന്റ്. ചില പിള്ളേർ എന്നാ ചെയ്താലും എക്സ്പെരിമെന്റുകൾ തെറ്റിക്കും. അത് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് തിയറിയും മാർക്കും ഒക്കെ കിട്ടുമായിരിക്കും. പക്ഷെ പ്രാക്ടിക്കലി ചെയ്യുമ്പം ഭയങ്കര ശ്രദ്ധക്കുറവ് അല്ലെങ്കിൽ ഒരു കഴിവില്ലായ്മ, അതിന് നമ്മൾ പറയുന്നത് ലാക്ക് ഓഫ് സ്കിൽ. ലാക്ക് ഓഫ് സ്കിൽ, ചെയ്യാനുള്ള കഴിവില്ലായ്മ, അല്ലെങ്കിൽ ആ കൊച്ചിന്റെ കെയർലെസ്, കെയർ ചെയ്യാതെ കെയർലെസ്നെസ്, ഈ രണ്ട് കാരണം മൂലം ഉണ്ടാകുന്ന എററുകളെ നമ്മൾ ആ വ്യക്തി ഉണ്ടാക്കുന്ന എറർ അല്ലെ പേഴ്സണൽ എറർ എന്ന് വിളിക്കും. Then the last one, random errors. Random errors. അപ്പൊ ഞാൻ പറഞ്ഞ എൻ്റെ നല്ല സ്കെയിലുമാണ് എല്ലാമാണ്, പക്ഷെ എങ്ങനെ ചെയ്താലും ചില മെഷർമെന്റുകൾ എടുക്കുമ്പോൾ എറർ വരും, ശരിയല്ലേ? ഞാൻ എടുക്കുന്ന വാല്യൂ ഒരിക്കലും നന്ദു എടുക്കുമ്പോൾ കിട്ടില്ല. ഇറ്റ്സ് ഡ്യൂ ടു ദ ഇറഗുലാരിറ്റി ഓഫ് ദ മെഷർമെന്റ്. ഇറഗുലർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒന്നല്ല. The irregularity in the measurement. അതിനാണ് നമ്മൾ റാൻഡം എറേഴ്സ്. എങ്ങനെ റാൻഡം എറർ കുറയ്ക്കാം? ഒത്തിരി തവണ മെഷർ ചെയ്യുക. ലാർജ് നമ്പർ ഓഫ് മെഷർമെന്റ് എടുത്തിട്ട് ടേക്ക് ലാർജ് നമ്പർ ഓഫ് മെഷർമെന്റ് ആൻഡ് ഇറ്റ്സ് ആവറേജ്. ശരിയല്ലേ? മെഷർമെന്റ് എടുത്ത് വെച്ച് അതിന്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എറർ കുറയ്ക്കാം. ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ഗ്രൂപ്പിലോട്ടെ. എറർ എത്ര തരം ഉണ്ട്? 4 തരം. എത്രയാ? 4 തരം. ഏതൊക്കെയാണ്? അത് ഇൻസ്ട്രുമെന്റൽ എറർ, ഇംപെർഫെക്ഷണൽ എറർ, പേഴ്സണൽ എറർ, റാൻഡം എറർ. Measurement of very large distance. Measurement of large distances or large distance. നമുക്കറിയാം ഇത് ഭൂമി, എർത്ത്.
ആ ഇതിവിടെ ഇപ്പം സണ്ണ്, ഭൂമിയിൽ നിന്ന് സണ്ണിലേക്കുള്ള ദൂരം നമുക്ക് ആർക്കും പോയി കണ്ടുപിടിക്കാൻ പറ്റില്ല അല്ലെ, നമുക്ക് പോയി അളന്നെടുക്കുന്നു. അപ്പൊ നമ്മള് പറ്റില്ല. ഇങ്ങനെ വളരെ ദൂരെയുള്ള ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ്, ആ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് തമ്മിലുള്ള അകലം അല്ലെങ്കിൽ സണ്ണിന്റെ റേഡിയസ്, ആ എർത്തിന്റെ ആണ് എർത്തിന്റെ റേഡിയസ്, ആ എർത്തിനെ പോലെ തന്നെ മൂണിന്റെ ആണ് മൂണിന്റെ റേഡിയസ്, ഇങ്ങനെയുള്ള വളരെ വലിയ ക്വാണ്ടിറ്റീസ് കണ്ടുപിടിക്കുന്ന ടെക്നിക്കിന് നമ്മൾ പറയുന്ന പേരാണ് പാരലാക്സ് മെത്തേഡ്. PARALLAX, parallax method. Parallax method. It means the large distances between the planet and sun from the earth cannot be measured by directly. അല്ലേ, നമുക്കൊരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് അളക്കാൻ പറ്റില്ല. In this case we are using parallax method. ചോദിക്കും മെത്തേഡിന്റെ പേര്. ഇത് എങ്ങനെയാ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാല്, ഞാനിപ്പം എന്റെ കണ്ണിന് മുമ്പിൽ ഒരു പെൻസിൽ ഇങ്ങനെ വെച്ച്, ഇത് പെൻസിലാണെന്ന് വെക്കട്ടെ. ഞാൻ എന്റെ ഒരു കണ്ണടച്ചിട്ട് നോക്കുമ്പോഴത്തേന് ആ പെൻസിലിന്റെ പൊസിഷൻ ഒരു സ്ഥലത്തും, മറ്റു കണ്ണടച്ചിട്ട് നോക്കുമ്പോൾ ആ പെൻസിലിന്റെ പൊസിഷൻ മറ്റൊരു സ്ഥലത്തുമായിരിക്കും അല്ലേ. ചുമ്മാ ഭിത്തിയുടെ നേരെ ഒരു പേന പിടിച്ചിട്ട് വലത് കണ്ണടച്ചും ഇടത് കണ്ണടച്ചും നോക്കിയാൽ തമ്മിൽ ഒരു വ്യത്യാസം തന്നെ കാണാം. വരുന്നുണ്ടോ? ആദ്യം ഒരു കണ്ണടയ്ക്കുക, ക്ലോസ് വൺ ഓർ റൈറ്റ് ഐ. ആദ്യം ഒരു കണ്ണടച്ചതിന് ശേഷം അതിന്റെ പൊസിഷൻ നോക്കുക, അതിനുശേഷം അടുത്ത കണ്ണടയ്ക്കുക, അതിന്റെ പൊസിഷൻ നോക്കുക. അപ്പൊ നമുക്ക് എന്നാ കിട്ടും? ഇങ്ങനെ ഒരു ചേഞ്ചിങ് പൊസിഷൻ കിട്ടും. ഞാൻ ഇവിടെയാണ് ഇരിക്കുന്നത്, ഇതാണ് എന്റെ കണ്ണെങ്കില് ഇവിടുന്ന് വേണേ എനിക്ക് ഇങ്ങനെ ഒരു ആംഗിൾ ഡിഫറൻസ് കിട്ടും അല്ലേ. ഇതാണിത്, ഇത് ആർക്ക്, അല്ലെങ്കിൽ അതിന്റെ ഒരു സ്പിയർ ആണെങ്കിൽ അതിന്റെ ആർക്ക് എന്ന് വിളിക്കും. ഇതാണ് അതിന്റെ റേഡിയസ്, അങ്ങോട്ടുള്ള ലെങ്ത്, അതാണ് റേഡിയസ്. ഇനി ഈ രണ്ട് ആർക്ക് അല്ലെങ്കിൽ നമ്മൾ കണ്ട ഈ രണ്ട് പൊസിഷൻ ഇടയ്ക്ക് അത് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് തീറ്റ എങ്കിൽ, ആ തീറ്റയുടെ വാല്യൂ തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് ഡിവൈഡഡ് ബൈ റേഡിയസ്. ഇങ്ങനെ ആർക്ക് ബൈ റേഡിയസ് ഈക്വൽ ടു ആംഗിൾ എന്നുള്ള ഫോർമുല വെച്ച് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന മെത്തേഡിനെയാണ് പാരലാക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ കേസില് എനിക്കിപ്പം ഇവിടെ നമ്മുടെ എർത്താണ്, എർത്തിൽ നിന്ന് മൂണിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഇത് 3. ഓക്കെ, ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും. അപ്പൊ എന്നാ വെച്ചാൽ, ഞാൻ ഭൂമിയിൽ എവിടെയെങ്കിലും ദൂരത്തിൽ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് ഇവിടെ നിന്ന് ഇപ്പം ഒരു സ്ട്രെയിറ്റ് ലൈൻ ഞാൻ ഇങ്ങനെ വരച്ചെന്ന് കരുതും. ഇവിടെ ഞാൻ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വരച്ചു, ഭൂമിയിലാ കേട്ടോ, ഞാൻ ഭൂമിയിലാ നിൽക്കുന്നത്, ശ്രദ്ധിച്ചോണം. അപ്പൊ ആ ഒരു പോയിന്റ് നിന്നുകൊണ്ട് എനിക്ക് ഇവിടെ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഉള്ള ആംഗിൾ ഡിഫറൻസ് കണ്ടുപിടിക്കാമല്ലോ. അതാ ഈ വാല്യൂ. അവിടെ നിന്നുകൊണ്ട് അങ്ങ് നോക്കണം എത്ര ആംഗിൾ വ്യത്യാസം ഉണ്ടായി. ഇതുപോലെ തന്നെ എനിക്ക് കൃത്യമായി മറ്റൊരു പോയിന്റിൽ സിമിലർ അകലത്തിലുള്ള ഒരു പോയിന്റിൽ ഇവിടെ നിന്നുകൊണ്ടും എനിക്ക് അങ്ങനെ ഒരു ആംഗിളിന്റെ വ്യത്യാസം വേണമെങ്കിൽ കണ്ടുപിടിക്കും. അപ്പൊ ഇവിടെ ഉണ്ടായ മൊത്തം ആംഗിൾ എന്ന് പറയുന്നത്, ഇതിനെ വേണേ θ1 എഴുതി, ഇതിനെ വേണേ θ2 എന്ന് എഴുതി, അല്ലെ മൊത്തം ആംഗിളിന് ഞാൻ θ എന്ന് എഴുതി. ശരിയല്ലേ? അപ്പൊ ഇത് ഭൂമിയിൽ ഞാൻ നിന്ന ദൂരായത് അല്ലെ, എർത്തിൽ. ദിസ് ഈസ് മൈ ഫസ്റ്റ് പൊസിഷൻ.
This is my second position. Composition. ഈ രണ്ട് ദൂരം എനിക്ക് എന്നെ അറിയാം, മീറ്റർ സ്കെയിൽ കൊണ്ട് വല്ലതും അളന്നെടുക്കാം. എത്ര കിലോമീറ്റർ ആണ് അളന്നെടുക്കാം. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാല് ഇതിങ്ങനെ നോക്കിയാൽ ഇതിങ്ങനെ ഒരു റേഡിയസ് പാത്ത് ഉണ്ടാക്കും അല്ലേ? റേഡിയസ് ഉള്ള ഒരു സ്പെറിക്കൽ കോൺ പോലെ ഇരിക്കും. കോൺ, അതായത് ഇതിയോടെ യോജിപ്പിച്ച് കഴിയുമ്പം ഒരു കോൺ ഷേപ്പ് കിട്ടും. കോൺ എന്ന് പറഞ്ഞാൽ ഈ കടലയൊക്കെ പൊതിയുന്ന പോലത്തെ ഒരു ഷേപ്പ് കിട്ടും. അപ്പൊ അതിനൊരു പർട്ടിക്കുലർ റേഡിയസ് ഉണ്ടെന്ന് മനസ്സിലായി. ഇതിന്റെ സെന്ററിൽ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം എടുത്താൽ അത് 6 ആയിരിക്കും. ഇങ്ങോട്ട് എടുത്താലോ അത് 6 ആയിരിക്കും. അപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഇതാണ് ഇതിന്റെ ആർക്കെങ്കില് മൊത്തം ഇത് 6 ഞാൻ എടുത്തെങ്കിൽ, ഇത് പകുതി 6 എടുത്തെങ്കിൽ ഇതിന്റെ മൊത്തം വാല്യൂ എത്രയായിരിക്കും? 2r ആയിരിക്കും അല്ലേ? ഇത്ര 6 ആണ്. അതിന്റെ സെന്ററിൽ നിന്ന് ഇങ്ങോട്ടും കൂടെ ചേരുമ്പോ എത്രയാവുള്ളൂ? 2r. r പ്ലസ് 2r. മുമ്പേ പറഞ്ഞ ഇക്വേഷൻ അനുസരിച്ച് തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇതിന് ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് റെഡിൽ എഴുതിയത് റേഡിയസ്, ഈ 2r എന്ന് എഴുതിയത് ആർക്ക്. അപ്പം ഇക്വേഷൻ കൊണ്ട് കൊടുത്തു കഴിയുമ്പോൾ എന്നാ പറ്റും? ആർക്കിന്റെ വാല്യൂ എത്രയാണ്? 2r ഡിവൈഡഡ് ബൈ ഇങ്ങനെ ഡി എന്ന് കൊടുക്കാം. ഡി എന്ന് കൊടുക്കാം. റേഡിയസിനെ അല്ല സ്മോൾ ആർ വേണ്ട, ഡി എന്ന് കൊടുക്കാം. ഈ 2r ഡിവൈഡഡ് ബൈ ഡി ഇസ് ഈക്വൽ ടു തീറ്റ എന്ന് കിട്ടും. തീറ്റ എത്രയാന്ന് പറഞ്ഞ ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് എർത്തും മൂണും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡി ഇസ് ഈക്വൽ ടു 2 into r ഡിവൈഡ് ബൈ തീറ്റ. കണ്ടോ? ഇങ്ങനെയാണ് വളരെ ലോങ് ഡിസ്റ്റൻസ് ഉള്ള ഒബ്ജക്റ്റുകളിൽ തമ്മിലുള്ള അകലം അല്ല അതിന്റെ റേഡിയസ് ഇതെല്ലാം കണ്ടുപിടിക്കും. ഈ മെത്തേഡിന്റെ പേരിനായിരുന്നു പാരലാക്സ് മെത്തേഡ്. മെത്തേഡ് യൂസ്ഡ് ടു മെഷർ വെരി ലാർജ് ഡിസ്റ്റൻസ്. ഓക്കെ, അതോടുകൂടി ഫസ്റ്റ് ചാപ്റ്റർ തീർന്നു.